നമ്മളെല്ലാവരും സത്യം പറഞ്ഞാൽ മനസ്സമാധാനം ഒരുപാട് ആഗ്രഹിക്കുന്നവരല്ലേ. നിങ്ങളുടെ വീടാണ് നിങ്ങളുടെ മനസ്സമാധാനത്തിന്റെ കേന്ദ്രം. അതിനെ ഇച്ചിരി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പെർമനന്റ് പ്ലേസ് വിച്ച് യു ക്യാൻ ഓൾട്ടർ യുവർ സൈക്കോളജി ആൻഡ് ഹാബിറ്റ്സ് എന്നൊരു കോട്ടുണ്ട് റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച്. അപ്പം അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ മാനസികാവസ്ഥയും നിങ്ങളുടെ രീതികളെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഹാബിറ്റ്സിനെയൊക്കെ ശരിക്കും ചൂസ് ചെയ്ത് നിങ്ങൾ താമസിക്കുന്ന, നിങ്ങൾ സ്ഥിരമായി നിൽക്കുന്ന സ്ഥലമാണ്. ഒരു വീട് നിങ്ങൾ ചൂസ് ചെയ്യുമ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യം വരും. അപ്പം ഇതില് ഞാൻ എന്തിനാ ഈ ഒരു സന്ദർഭം പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ I'll tell you a story about one of my clients. And I am keeping their name as Meenu and Sharad. ഇവരുടെ കല്യാണം കഴിഞ്ഞു. And both were good, highly educated, both were working. But അവർക്ക് കുട്ടികളുണ്ടാവാൻ കുറച്ച് താമസിച്ചു. And finally after എനിക്ക് തോന്നുന്നു ഒരു 5-6 years they had a child. ഒരു girl baby ഉണ്ടായി. Meenu ma'am, she actually resigned from the job. She was taking care of the child for a long time. അപ്പൊ ഇങ്ങനെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഐ എം ഓൾസോ വെരി സാഡ്. കാരണം എനിക്ക് ഈ കഥ പറയാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ബട്ട് ഓൺ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ ഈ കുഞ്ഞ് മരിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷൻ. ആൻഡ് ഷി ഫെൽ ഇൻ ടു ഡീപ് ട്രോമ. ഭയങ്കര ഡിപ്രഷനായി. അപ്പം ഇവരെ പ്ലാൻ ചെയ്ത് ഇവരുടെ നാട്ടിൽ പോവാ. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര സെറ്റപ്പ് ആവും. എന്താ പറയേണ്ടത്, അവരുടെ ഒരു വില്ലേജ് സൈഡ് ആകുമ്പോൾ കുറച്ചുകൂടെ ഇതാവും. ലൈക്ക് അമ്മൂമ്മയുടെ കൂടെ ഒക്കെ നിൽക്കാം, മുത്തശ്ശിയുടെ കാര്യങ്ങളെന്നൊക്കെ പറയട്ടെ. ദേ ഷിഫ്റ്റഡ് ദ പ്ലേസ്. ഇവൻ ശരത് സാർ ഒരു വർക്ക് ഫ്രം ഹോം കൺസെപ്റ്റിലും ആൻഡ് ദേ ഷിഫ്റ്റഡ് ദ ലൊക്കേഷൻ ടു എ വില്ലേജ്. പക്ഷെ സത്യം പറഞ്ഞാൽ സംഭവിച്ചെന്നാണെന്ന് പറഞ്ഞാൽ അവിടെ ഇത് കൂടുതൽ ഡ്രമാറ്റിക് ആയി. കാരണം ഒരുപാട് പേര് ഒരു ഗോസിപ്പിംഗ് പോലെ ലോട്ട് ഓഫ് പീപ്പിൾ വർ കമ്മിങ്. ദേ വർ നോട്ട് എഡ്യൂക്കേറ്റഡ്. കാരണം ഒരു കൾച്ചറിന്റെ ഡിഫിക്കൽട്ടീസ് ഡെഫിനറ്റ്ലി ദേ ആർ ഫേസ്ഡ്. കാരണം ഹൈലി ആക്റ്റീവായിട്ടുണ്ടായിരുന്ന, ഒരുപാട് സോഷ്യലി ഇൻഫ്ലുവൻസിങ് പൊസിഷനിലുണ്ടായിരുന്ന ഒരു ലേഡി, ഷീ ഫെൽറ്റ് ഇൻ ടു എ ട്രോമ ഓഫ് ഹാവിങ് മോർ സ്ക്രീൻ ടൈം. കാരണം ഇപ്പൊ എന്താ ഒരു മൊബൈൽ സ്ക്രീൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ഷി വാസ് നോട്ട് ആക്ടിങ് പ്രോപ്പർലി. അല്ലെങ്കിൽ ലൈക്ക് ദേ ഫെൽറ്റ് ഇൻ ടു ഡീപ് ട്രോമ. ഒരു വർഷമൊക്കെ അവിടെ താമസിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു ഗോസിപ്പിംഗ് സൈഡ് ഒരു സൈഡിൽ കൂടെ നടക്കുന്നു. ഫൈനലി എനിക്ക് തോന്നുന്നു ബിക്കോസ് വൺ ഓഫ് ദ കൗൺസിലർ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് സം പേഴ്സൺ, ഒരു മേ ബി ഒരു സൈക്കോളജിസ്റ്റ് ഓർ സമൺ, ഹി ജസ്റ്റ് അഡ്വൈസ്ഡ് ടു ഷിഫ്റ്റ് ദ പൊസിഷൻ ടു എ ലിറ്റിൽ മോർ എന്താ ഒരു എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റിയിലേക്കോ, അല്ലെങ്കിൽ ഒരു ഐ ഡോണ്ട് സേ എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റി ഞാൻ പ്രോപ്പർലി അങ്ങനെ മെൻഷൻ ചെയ്തില്ല, ബട്ട് കുറച്ചുകൂടെ ഒരു ഇൻഫ്ലുവൻസിങ് കമ്മ്യൂണിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെങ്കിൽ ഇറ്റ് വിൽ ഡു ഗുഡ് ഫോർ ഹർ എന്നൊരു സജഷൻ വൺ ഓഫ് ദ പേഴ്സൺ ഗിവ്. And started searching for such communities, and somehow this lead came to me. And one of the top performing communities in one of the areas I just suggested. And that time I had ഒരു നല്ല ഡീല്, ലൈക്ക് ഒരു എൻ്റെ ഇതിനു മുമ്പുള്ള സ്റ്റോറീസിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള പോലെ I had a seller in that community too. ഒരു വിൻ-വിൻ സിറ്റുവേഷനിൽ I was able to connect with these people. And to be very surprised, I should say, കാരണം the entire scenario changed. കാരണം ഈ ഒരു ഡീപ് ട്രോമാറ്റിക് സ്റ്റേജിൽ നിന്ന് ഷീ സ്റ്റാർട്ടഡ് ഇൻവോൾവിങ് ഹെർസെൽഫ്. കാരണം അവിടെ ഒരിക്കലും എന്താ, ഞാൻ ഒരു എഡ്യൂക്കേറ്റഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം ബട്ട് പീപ്പിൾ വെർ ഏബിൾ, ലൈക്ക് ദേ ഹാഡ് ആൻ എംപതറ്റിക് അറ്റ്മോസ്ഫിയർ ഔട്ട് ദെയർ. ഒരു എംപതറ്റിക് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിയുമ്പം എന്താണ് ഈ മാഡം ഫേസ് ചെയ്യുന്നുള്ള ഇഷ്യൂ മനസ്സിലാക്കാൻ പറ്റുന്ന കുറെ ഫ്രണ്ട്സിനെയും കുറെ പിയർ ഗ്രൂപ്പ്സിനെയും ഒക്കെ ആൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്ലോലി ബട്ട് സ്റ്റെഡി ഷീ സ്റ്റാർട്ടഡ് കമ്മിങ് ഔട്ട് ഓഫ് ദിസ് ട്രോമ. ആൻഡ് നൗ I know because I even before I said റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആണ്. ഐ കീപ് റിലേഷൻസ് വിത്ത് ഓൾ, ലൈക്ക് മോസ്റ്റ് ഓഫ് മൈ ക്ലയൻസ്. ഇപ്പം ചിലരോടൊന്നും നമുക്ക് പറ്റില്ലായിരിക്കും, ബട്ട് എങ്കിലും ഒരു 90% ഓഫ് എൻ്റെ ക്ലയൻസിനോട് ഞാൻ റിലേഷൻസ് ഐ കീപ് ഫോളോയിങ് അപ്പ്. കാരണം ഇതൊരു വേർഡ് ഓഫ് മൗത്ത് ബിസിനസ് കൂടെ ആയതുകൊണ്ട് റെഫറൻസുകൾ ഒരുപാട് കിട്ടും എന്നൊക്കെയുള്ള എൻ്റെ ഒരു പാട്ടും ഉണ്ട്. ബട്ട് സ്റ്റിൽ ഐ കീപ് റിലേഷൻഷിപ്പ് വിത്ത് ഓൾ മൈ ക്ലയൻസ്. ഇവര് ഇപ്പം they have adopted a child and living quite happily in that community. And I should say I am very happy to mention this case because it happened so good for them. I feel sorry for the baby girl, but still it happened quite nicely for them.